ഹായ് ഓൾ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8255A ആണ്. 8255A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അത് പെരിഫറൽ ഡിവൈസസിൽ നിന്നും മൈക്രോ പ്രോസസ്സറിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു IC ആണ് 8255IC. 8255IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പെരിഫറൽ ഡിവൈസസിൽ നിന്നും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെരിഫറൽ ഡിവൈസസിൽ നിന്നും ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് റീഡ് ഓർ റൈറ്റ്, റീഡ് ഓപ്പറേഷനോ റൈറ്റ് ഓപ്പറേഷനോ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ റീഡ് ചെയ്യാൻ, അതായത് പെരിഫറൽ ഡിവൈസസ് എന്നുള്ള ഡാറ്റ മൈക്രോ പ്രോസസ്സറിലോട്ട് റീഡ് ചെയ്യാനും മൈക്രോ പ്രോസസ്സർ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റനെ പെരിഫറൽ ഡിവൈസസിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു IC, ദാറ്റ് ഈസ് എ ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 8255 എന്ന് പറയുന്നത്. ഇത് എല്ലാ മൈക്രോ പ്രോസസ്സറിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഈ ഒരു IC ടോട്ടൽ 24 ബിറ്റാണുള്ളത്. ഈ IC ടോട്ടൽ 24 ബിറ്റാണുള്ളത്. ടോട്ടൽ 24 ബിറ്റിന് ഉള്ള ICനെ 8 ബിറ്റുള്ള 3 ബ്രാഞ്ചായിട്ട്, 3 ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ അണ്ടർ വേരിയസ് കണ്ടീഷൻ. ഇതിന് 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്. ഈ 3 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസിനെയും എന്തായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, 3 ഗ്രൂപ്പായിട്ട് 24 പിൻസിനെയും ഇൻപുട്ട് ഏതർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, ഒന്നെങ്കിൽ ഇൻപുട്ട് പ്രോസസ്സ് ആയിരിക്കും. ഇൻപുട്ട് മീൻസ് റീഡ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മീൻസ് റൈറ്റ് ഓപ്പറേഷൻസ്. കീബോർഡിൽ നിന്നുള്ള ഡാറ്റനെ ആര് റീഡ് ചെയ്യും? പ്രോസസ്സർ റീഡ് ചെയ്യും. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മോണിറ്ററിലോട്ട് എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. അപ്പോൾ 2 പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒന്ന് ഇൻപുട്ട് റീഡ് ഓപ്പറേഷന്, രണ്ടാമത്തേത് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 2 8 ബിറ്റ് പാരലൽ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരലലായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ 8255 എന്ന് പറയുന്ന IC യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 8, അതായത് ടോട്ടലി 24 ബിറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആദ്യത്തെ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ആദ്യത്തെ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണ്, 2 ആദ്യത്തെ 16 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ 8 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട് A ആയിട്ടും രണ്ടാമത്തെ 8 ബിറ്റിനെ പോർട്ട് B ആയിട്ടും ഡിവിഷൻ ചെയ്തു. പിന്നെ ഒരു റിമൈനിങ് 8 ബിറ്റിനെ പോർട്ട് C ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ പോർട്ട് Cനെ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹാഫും ആയിട്ട്. ആദ്യത്തെ ഹാഫിനെ പോർട്ട് Cൻ്റെ ലോവർ എന്നും രണ്ടാമത്തെ പോർട്ട് Cയുടെ അപ്പർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫങ്ഷൻസ്, റീഡ് ഓപ്പറേഷൻസും റൈറ്റ് ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഫങ്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഫങ്ഷൻസൊക്കെ എവിടെയാണ്? കൺട്രോൾ മെമ്മറിയിലാണ്. അതായത് നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ ഒരു കൺട്രോൾ രജിസ്റ്ററിലാണ്. ഈ കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും ഈ ഓപ്പറേഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ 24 ബിറ്റ്സ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിൻ കോൺഫിഗറേഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിൻ കോൺഫിഗറേഷൻസിലുള്ളത് ഫസ്റ്റ് 1 ഒന്ന് ചെക്ക് ചെയ്യുക. ടോട്ടൽ 40 പിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 8255 40 പിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റിലെ 40 പിന്നിൽ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഗ്രൂപ്പ് 4ാമത്തെ പിന്ന് മുതൽ 1ാമത്തെ പിന്ന് വരെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 37 to 40 പിന്ന് വരെയും എന്താണ്, പോർട്ട് Aക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പോർട്ട് Aക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോർട്ട് Bക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് 20th പിന്ന് മുതൽ 18th പിന്ന് വരെയും 21st പിന്ന് മുതൽ 24th പിന്ന് വരെയും പോർട്ട് Bക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോർട്ട് Cക്ക് 4 ഡിവിഷൻ ഉണ്ട്. പിന്നെ പോർട്ട് സിയിൽ സി അപ്പറും ഉണ്ട്, സി ലോവറും ഉണ്ട്. അപ്പോൾ 11th പിന്ന് മുതൽ 17th പിന്ന് വരെ
പോർട്ട് സിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ CS എന്ന് ചിപ്പ് സെലക്ടർ ഉണ്ട്. ചിപ്പ് സെലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിപ്പ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ RD ഉണ്ട്, WR ഉണ്ട്. RD മീൻസ് റീഡ്, WR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ്. പിന്നെ 8 ബിറ്റ് ഡാറ്റ ഉണ്ട്. ഡാറ്റാസ് അതായത് ഈ D0 മുതൽ D7 വരെയുള്ള പിന്ന് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡാറ്റ എവിടുന്ന് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഫ്രം പ്രോസസ്സറിനാവാം, പ്രോസസ്സറിന് ഇൻപുട്ട് ഡിവൈസസിലാവാം, ഇൻപുട്ട് ഡിവൈസസിൽ നിന്നും പ്രോസസ്സറിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പിന്ന് ത്രൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പിൻ കോൺഫിഗറേഷൻസ് ഓഫ് 8255 എന്ന് പറയുന്ന ICയിൽ നമുക്ക് പഠിക്കാനുള്ള പിൻ കോൺഫിഗറേഷൻസ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ പോർട്ട് C നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു 8 ബിറ്റ് ബൈ ഡയറക്ഷണൽ പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ട് Bയും പോർട്ട് Aയും പോർട്ട് Cയും. ഇതിൽ ഡിഫറെൻറ്റ് പോർട്ടാണ്. ഒരു സമയത്തിൽ ഏതെങ്കിലും ഒരു പോർട്ടിനെയാണ് യൂസ് ചെയ്യുന്നത്, പോർട്ടാണ് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, 8255 ചിപ്പ് സെലക്ടർ ഉണ്ട്. CS ബാർ ഞാൻ നേരത്തെ പിന്നിൽ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഈ CS എന്ന് പറയുന്ന ഈ പിന്ന് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഏത് പിന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 00 എന്ന് പറയുന്ന ചിപ്പ് A0യും A1 എന്ന് പറയുന്ന 2 പിന്നുണ്ട്. ഈ A0യും A1ൻ്റെയും വാല്യൂ, അതായത് ആ പിൻ ഡയഗ്രത്തിൽ 2 വാല്യൂ ഉണ്ട്, A0യും A1. അത് A0യും A1ഉം 0 ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് പോർട്ട് A ആയിരിക്കും. പോർട്ട് A വഴിയായിട്ടായിരിക്കും ഡാറ്റ എന്ത് ചെയ്യുന്നത്, പോർട്ട് A വഴിയായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചിപ്പ് സെലക്ടറിൻ്റെ വാല്യൂ CS ബാറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ചിപ്പ് സെലക്ടറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ A1ൻ്റെ വാല്യൂ 0യും A1ൻ്റെ വാല്യൂ 0യും A0ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ പോർട്ട് B ആയിരിക്കും. പിന്നെ യൂസ് ചെയ്യുന്നത് എന്താണ്, ചിപ്പ് സെലക്ടർ 0യിൽ A1ൻ്റെ വാല്യൂ 1ഉം A0ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പോർട്ട് C ആയിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടും 1 ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് പോർട്ട് C ആയിരിക്കും. രണ്ടും 1 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്ററിലുള്ള വാല്യൂസ് ആയിരിക്കും, കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ചൂസ് ചെയ്തത്. അത് കൺട്രോൾ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും, കൺട്രോൾ രജിസ്റ്ററിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഡാറ്റ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ. അത് കൺട്രോൾ രജിസ്റ്റർ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, A0ൻ്റെ വാല്യൂ 1ഉം A0ൻ്റെ വാല്യൂ 1ഉം A1ൻ്റെ വാല്യൂ 1ഉം ആണെങ്കിൽ അവിടെ ആക്റ്റീവ് ആവുന്നവരായിരിക്കും കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും. അല്ലാത്ത കേസിൽ പോർട്ട് Aയോ പോർട്ട് Bയോ പോർട്ട് Cയോ ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് അടുത്ത ഇതിനൊരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ബ്ലോക്ക് ആർക്കിടെക്ചർ ഓഫ് 8255 ഇത് എക്സാമിന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഈ ഒരു 8255 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. അതായത് ഇത് ഗ്രൂപ്പ് A ആണ്, ഇത് ഗ്രൂപ്പ് A ആണ്. ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്. ഗ്രൂപ്പ് Aയും ഗ്രൂപ്പ് Bയും ഉണ്ട്. ഗ്രൂപ്പ് Aയും ഗ്രൂപ്പ് Bയും ഉണ്ട്. ഗ്രൂപ്പ് Aയിൽ യൂസ് ചെയ്യാനുള്ളത് എന്താണ്, ഗ്രൂപ്പ് Aയിൽ യൂസ് ചെയ്യുന്നതൊക്കെ ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്സാണ്. ക്ലിയർ ആയോ? ഇവിടെ ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്സിൽ മെൻഷൻ ചെയ്യുന്നത് 8 ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റാ ബസ്. ഇതിൽ ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്. ഗ്രൂപ്പ് Aക്കും ഗ്രൂപ്പ് Bക്കും ഗ്രൂപ്പ് A ഉണ്ട്. ഗ്രൂപ്പ് Aയിൽ 2 കൺട്രോൾ. ഗ്രൂപ്പ് A ആണ് ഇത്. ഗ്രൂപ്പ് A ഉണ്ട്. ഗ്രൂപ്പ് Aയിൽ എന്താണ്, ഗ്രൂപ്പ് Aൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പോർട്ട് Cൻ്റെ ഗ്രൂപ്പ് Aയിലുള്ളത് പോർട്ട് A ആണ്. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തത് ഇവിടെ നോക്കൂ, ഗ്രൂപ്പ് Bയിലുള്ളത് ഗ്രൂപ്പ് Aയിൽ പോർട്ട് Cൻ്റെ അപ്പർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് Bയിൽ ആരാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, പോർട്ട് Cൻ്റെ ലോവർ ആയിരിക്കും ഗ്രൂപ്പ് Cയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള മൊത്തം ഗ്രൂപ്പിനെ ഗ്രൂപ്പ് ചെയ്തത്. ആദ്യം ഗ്രൂപ്പ് Aയിൽ ആരാളുള്ളത്, പോർട്ട് A ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് Aയിൽ ആ ഗ്രൂപ്പ് Aൻ്റെ കൂടെ ആര് കൺസിസ്റ്റ് ചെയ്യുന്നത്, പോർട്ട് Cൻ്റെ അപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പർ മീൻസ് എന്താണ്, C0 മുതൽ C
3 ഉണ്ട്. C3 വരെ ആരായിരിക്കും? ലോവർ ആയിരിക്കും. C4 മുതൽ C8 വരെ അപ്പർ ആയിരിക്കും. അപ്പർ ഉണ്ട്. പിന്നെ അടുത്തെന്താണ്? ഗ്രൂപ്പ് ബി ഉണ്ട്. ഗ്രൂപ്പ് ബിയിൽ ആരാണുള്ളത്? ഗ്രൂപ്പ് ബീൻ്റെ കേസിലുള്ള കൺസിസ്റ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ പോർട്ട് എ ആണ്. ഗ്രൂപ്പ് എയിൽ തന്നെ ആരുണ്ട്? പോർട്ട് സീൻ്റെ അപ്പർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പോർട്ട് ബിയിൽ ഗ്രൂപ്പ് ബിയിൽ പോർട്ട് ബി ഉണ്ട്. പോർട്ട് ബി ഇതൊക്കെ ഇതിനൊക്കെ അപ്പറും ലോവറിൻ്റെ ഒക്കെ ലിമിറ്റ് ഇവിടെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. B0 to PB7 ഉണ്ട്. C0 to C3 ആണ്. അപ്പറും ലോവറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇത് ബൈ ഡയറക്ഷണൽ ബസ്സാണ്. അപ്പോൾ ഇവിടുന്ന് ഈ പോർട്ട് എയും പോർട്ട് ബിയും പോർട്ട് സിയും വഴിയാണ് എങ്ങോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബസ്സിലോട്ട്, മൈക്രോ പ്രോസസ്സറിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, D0 മുതൽ D7 വരെയുണ്ട്. ഈ D0 മുതൽ D7 വരെയുള്ള എന്താണ്? ഡാറ്റ ബസ് ബഫറാണ്. ഇപ്പോൾ 8 ബിറ്റ് ഡാറ്റ ബസ് ഉണ്ട്. അപ്പോൾ ഈ 8 ബിറ്റ് ഡാറ്റ ബസ്സിലുള്ള ഡാറ്റ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസിൽ നിന്നും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ത്രൂ ആയിരിക്കും? ഡാറ്റ ബസ് വഴി ആയിരിക്കും. പിന്നെ ഇതിലുള്ളത് എന്താണ്? കൺട്രോൾസ് ഉണ്ട്. ഈ കൺട്രോളിൽ ഇവിടെ നോക്കൂ, റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. കൺട്രോൾ മെമ്മറിൻ്റെ പാർട്ടായിട്ട്, കൺട്രോൾ രജിസ്റ്ററിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ റീഡും റൈറ്റും RD ആണെങ്കിൽ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. കോംപ്ലിമെൻ്റ് ആണെങ്കിൽ WR ആണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, A0 മുതൽ A1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ A0 മുതൽ A1 എന്ന് പറയുന്ന വാല്യൂന് 0 0യും 1 1 1 0യും 1 1 ആണെങ്കിൽ റീഡ് ഓപ്പറേഷന്, റൈറ്റ് ഓപ്പറേഷൻസ്, അതേപോലെ കൺട്രോൾ രജിസ്റ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ രജിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ CS ബാർ ആണെങ്കിൽ, അതായത് ഈ കൺട്രോൾ ലോജിക്കിൻ്റെ വാല്യൂ CS ബാറിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിലായിരിക്കും നമ്മൾക്ക് റീഡ് ഓപ്പറേഷൻസും റൈറ്റ് ഓപ്പറേഷൻസും എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പിക്ചർ. ഈ പിക്ചറിൽ ഈ പോർട്ടുകൾ വഴി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ അക്കംപ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ തന്നെ വേറെ ഒരു ലാസ്റ്റിലേക്കായിട്ട് പറയാനുള്ള ചെറിയൊരു പാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ കൺട്രോൾ ലോജിക്കിൽ റീഡ്, റൈറ്റ്, റീസെറ്റ്, CS ബാറിൻ്റെ A0ൻ്റെയും A1ൻ്റെയും വാല്യൂസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ആക്റ്റീവ് സിഗ്നൽസ് ആയിരിക്കും. ഇത് കൺട്രോൾ രജിസ്റ്ററിനെ എന്തായിരിക്കും? ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ എല്ലാ ഇൻപുട്ട് മോഡിലോട്ട് പോർട്ടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റീസെറ്റ് യൂസ് ചെയ്യുന്നത്. റീഡും റൈറ്റും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ.